ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥയൊന്ന് നോക്കാം. പത്രമാറ്റിൻ്റെ കഥയിൽ ഇതന്നെയാണ്. മറ്റേ അനാമിക അനന്തപുരിയിൽ ബോംബിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബോംബിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തപുരിക്കാരുടെ രഹസ്യങ്ങളൊക്കെ പുറത്തേക്ക് വിടും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെ സ്നേഹിക്കുന്ന ആ പയ്യനോട് അവൾ പറയുന്നുണ്ട്, ഞാൻ അവിടുന്ന് പോകുന്ന വിവരമൊക്കെ നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അവനോട്. അപ്പോൾ അവൻ പറയുന്നത്, ഞാൻ അറിഞ്ഞു, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്താ നിൻ്റെ പ്ലാൻ എന്താ എന്ന് ചോദിക്കുക. പ്ലാനൊന്നുമില്ല, ഞങ്ങൾ ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല, ഡിവോഴ്സ് ആവണമെങ്കിൽ എനിക്ക് അതിൻ്റെ നഷ്ടപരിഹാരം തരണം, ഞാനവരുടെ നഷ്ടപരിഹാരം ചോദിക്കുന്നത് 10 കോടിയാണ് പറയും. അപ്പോൾ പറയും 10 കോടി വയ്ക്കുമ്പോൾ 10 കോടി തന്നെയാണ്, കാരണം അവർക്കിപ്പോൾ 10 കോടിയൊക്കെ നിസ്സാരമായിട്ട് തരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കേണ്ടതെന്ന് പറയാണ്. അപ്പോൾ പറയും, അത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ജീവിതം തുടങ്ങാൻ എന്ന് പറയുന്നുണ്ട് അവൾ. അപ്പോൾ പറയും, നീ എന്തായാലും സൂക്ഷിക്കണം, അവർ വലിയ ആളുകളാണ്, നീ സൂക്ഷിക്കണം എന്ന് പറയണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഒന്നും നീ അറിയണ്ട, നീ റെഡി ആയിരുന്നോ, നമുക്ക് നമ്മുടെ ജീവിതം തുടങ്ങാൻ എന്നൊക്കെ പറഞ്ഞാൽ അവളിങ്ങനെ ഇങ്ങനെ ഇതാക്കിയിട്ട് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ അനാമിക മറ്റെന്താ പറയുക, അബിയും ഇയാളും അബിയും ജലജയും കൂടെ മറ്റേ നമ്മുടെ ജാനകിനെ പോയി ഇളക്കണം. അപ്പോൾ ജാനകിനോട് പറയുന്നുണ്ട്, അപ്പച്ചി ഫോൺ കൊടുത്തോ അവൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയില്ല, ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും, ഫോൺ അല്ല, അനി വിളിക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ നന്ദുവിനെ വിളിക്കണോ. അപ്പോൾ നന്ദു അവൻ്റെ കോളും പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അവൻ വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ് നന്ദു. അപ്പോൾ വിളിക്കണോ വേണ്ടോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് അബി പോയിട്ട് ജാനകിനോട് പറഞ്ഞിട്ട്, ആ ഫോൺ കയ്യിലുണ്ടോ ചോദിക്കുക. അപ്പോൾ ഉണ്ട് അറിയാം. അപ്പോൾ പറയും, ഇപ്പോഴും അവർ തമ്മിൽ അവളാണോ ഇവനാണോ പിന്നെ ഇത് ആദ്യം ഫോൺ വിളിക്കുന്നത് നമുക്കൊന്ന് അറിയണമെങ്കിൽ ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയാം. ആ ഫോണിൽ അവൾക്കൊരു മെസ്സേജ് അയക്കുകയാണ്, ഉറങ്ങിയോ എന്ന് ചോദിച്ചിട്ട്. ആർക്ക്? നന്ദുവിന്. അപ്പോൾ നന്ദു പിന്നെ ആ കാരണം അതുവരെ അവൾ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവൻ വിളിക്കുന്നു അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. എന്തായാലും ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല. അപ്പോൾ അനി അതേ മനസ്സായിട്ടിരിക്കുക. അനി വിചാരിക്കേണ്ടത് അവൻ വിളിക്കുമോ, അവൾ എന്നെ വിളിക്കുമോ, അവൾ എൻ്റെ കോള് പ്രതീക്ഷിക്കുന്നുണ്ടോ, എന്നിട്ട് എന്തുകൊണ്ട് അവൾ എന്നെ വിളിക്കുന്നില്ല എന്നൊക്കെ അവന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ കളി കളിക്കുന്നത്. അപ്പോൾ നന്ദു ഞാൻ ഉറങ്ങിയോന്ന് എന്തായാലും അന്വേഷിച്ചല്ലോ, ഇനിയിപ്പോൾ എന്തായാലും അവന് തിരിച്ച് മെസ്സേജ് അയക്കുന്നില്ല, അയച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സംസാരിക്കാതിരിക്കണം, അപ്പോൾ അത് വേണ്ട എന്നാളിങ്ങനെ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അനിയനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ അബി ഇങ്ങനെ കാത്തിരിക്കുക ഇതിന് റിപ്ലൈ വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് അതിന് റിപ്ലൈ വരാത്തത് എന്ന് ചോദിക്കുക ജലജി ജാനകി. അപ്പോൾ പറയും, അപ്പോൾ അവൾ ഇൻസ്പെക്ടർ പോലീസ് ഓഫീസറല്ലേ, അപ്പോൾ അവൾ അതിൻ്റെ ബുദ്ധി കാണിക്കും, കാരണം അതിന് റിപ്ലൈ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു പ്രശ്നമാവുമെന്ന് വെച്ചിട്ടാവും അവൾ റിപ്ലൈ അയക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ജാനകിനെ കുറേ ചൂട് പിടിപ്പിച്ച അമ്മയും മകനും അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ പയ്യൻ്റെ പേര് കിരൺ ഇങ്ങനെ ഇതിന് പോയിട്ട് വരുന്നുണ്ട്. ഓടാൻ പോയിട്ട് വരുമ്പോൾ ഫോൺ വരികയാണ്. ഇവളുടെ കല്യാണി വിളിച്ച് പറയുന്നുണ്ട്, കിരണേട്ടൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ജോക്കിങ്ങിൽ എന്താ നോക്കിയോ. അപ്പോൾ കിരണേട്ടൻ കണ്ടോ, ആ ഫോണൊന്ന് എടുത്ത് നോക്കുക എന്ന് പറയും. അപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അപ്പം തന്നെ അങ്ങോട്ട് വിളിക്കുകയാണ്, ആദർശിനെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ ഈ അനാമിക പോയിട്ട് അനാമികയുടെ അമ്മോട് പറയുന്നുണ്ട്, നാളെയാണ് ആ ദിവസം, ഞാൻ എല്ലാവർക്കും ചാനലിന് കൊടുത്ത ദിവസം നാളെയാണ്, നാളെ ഇങ്ങനത്തെ ഒരു ദിവസം അവർക്ക് ഇനി ഒരു ജീവിതത്തിൽ ഉണ്ടാവരുത്, അവരെ കുടുംബമടക്കം ഞാൻ നാറ്റിക്കും എന്നൊക്കെ ഇങ്ങനെ രേവതിനോട് പറയുന്നുണ്ട്. അമ്മ കണ്ടോളുണ്ടോ നാളത്തെ ദിവസം, അത് നമുക്കുള്ളതാണ്, അനന്തപുരിക്കാർ ഇനി ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ് നാളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമുക്കത് കാണാം എന്നിങ്ങനെ പറയുന്നുണ്ട്. കാണിച്ചു കൊടുക്കും ഞാൻ അവരെ ഞാൻ നാറ്റിക്കും, ഞാൻ അവരുടെ അനന്തപുരിക്കാരുടെ കള്ളത്തരങ്ങൾ മുഴുവൻ ഞാൻ പുറത്തിടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇവൾ സ്നേഹിക്കാൻ പോകുന്ന സ്നേഹിച്ചിരിക്കുന്ന ആ പയ്യുണ്ടല്ലോ, അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇവൾക്ക് കോളേജ് പഠിക്കുമ്പോൾ ഇവരുടെ ഭയങ്കര ക്രഷായിരുന്നു അത്ര. ഇപ്പോഴത്തെ ഓരോരോ വാക്കല്ലേ ക്രഷ്.
അപ്പോൾ അവനത് മുതലാക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇവള് 10 കോടി കൊണ്ടാണ് ഇത് കോമ്പൻസേഷൻ ചോദിക്കുന്നത് 10 കോടിയാണ്, അത് ഞാനൊരു 50 ലക്ഷം വാങ്ങും. എന്നിട്ട് ഇവൻ UK ടിക്കറ്റും ബുക്ക് ചെയ്തിരിക്കുകയാണ്, UK പോവുകയാണ് അവൻ. അവളെ അങ്ങോട്ട് ഒഴിവാക്കുക, മെല്ലെ അങ്ങോട്ട് ഒഴിവാക്കുക, അതുവരെ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുക, എന്നിട്ട് ഇവളെ മെല്ലെ അങ്ങോട്ട് ഒഴിവാക്കുക. അതൊക്കെയാണ് ഇവൻ്റെ പരിപാടി. അപ്പോൾ അവൻ്റെ കൂട്ടുകാരോട് പറയടാ നീ ശ്രദ്ധിക്കണം കേട്ടോ, അവർ അനന്തപുരിക്കാർ ചില്ലറക്കാരൊന്നുമല്ല, നീ ശ്രദ്ധിക്കുന്ന പറയുമ്പോൾ എനിക്കതിന് പ്രശ്നമൊന്നും വരുന്നില്ല, പ്രശ്നം മുഴുവൻ അവൾക്കല്ലേ, അവൾക്ക് 10 കോടി കിട്ടുന്നതിന് ഒരു 50 ലക്ഷം ഞാൻ വാങ്ങുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും, കുറേ കാലത്ത് സ്വപ്നമാണത്. എൻ്റെ കൂട്ടുകാരനോട് പറയും ഞാൻ പോകും ഇവിടുന്ന് UK, അപ്പോൾ അവളിവിടെ കിടക്കും. അപ്പോൾ അവളെ വയ്ക്കും അവളിവിടെ കടന്നോട്ടെ, അവൾ വേറെ എന്തെങ്കിലും ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവളുടെ കൂടെയുള്ള ജീവിതമൊന്നും സാധിച്ചതൊന്നുമല്ല. അപ്പോൾ അല്ലെങ്കിൽ അവൾ പണം കണ്ടിട്ടാണ് ആ ചെറുക്കനെ കല്യാണം കഴിച്ചതെന്ന് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ എന്തായാലും ഞാനിവിടുന്ന് UK പോയി അവിടെ സെറ്റിലായിട്ട് അവിടുന്ന് ഒരു മതാമേനെയും കല്യാണം കഴിച്ച് ഞാനവിടെ കൂടും, ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുമൊന്നും ചെയ്യില്ല എന്നാണ് അവൻ്റെ തനിനിറാണത്. അവൻ എന്തായാലും ഇവൾക്ക് പണ്ടാരണ്ട പറഞ്ഞ പോലെ പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടീനെ ദൈവം ചതിക്കുന്നു പറഞ്ഞ പോലെ അവൾക്കുള്ള കുഴി അവളെ അപ്പുറത്ത് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ അവളങ്ങനെ പിറ്റേ ദിവസം ഇത് കൊടുക്കാം. അങ്ങനെ അബിയും വിളിക്കുന്നുണ്ട് അനാമികേനെ. ഇപ്പോൾ മോളെ എന്തായി കാര്യങ്ങൾ വയ്ക്കുമ്പോൾ അബിയേട്ടൻ നാളെ കണ്ടോ, നാളത്തെ ഒരു ദിവസം അനന്തപുരിക്കാർ ഈ ജന്മം മറക്കില്ല, ഞാൻ അവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും ഒരിക്കലും ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയരുത് എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഇല്ല, അതൊന്നുമില്ല, അത് ഞാൻ പറയില്ല എന്ന് പറയാണ്. അപ്പോൾ മോളെ എനിക്ക് കിട്ടിയ ചാൻസ് നിനക്കറിയില്ല, എന്നോട് അവർ കാണിച്ചത് എനിക്ക് കിട്ടിയ ചാൻസാണ്, എനിക്ക് പക്ഷേ വെളിച്ചത്ത് നിന്ന് കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിൻ്റെ പിറകിൽ വന്ന് നിൽക്കുന്നത്, നിന്നെ നീയായിട്ട് കൂട്ടുപിടിക്കേണ്ടതെന്നൊക്കെ പറയണം. അങ്ങനെ അബിയും അനാമികയും ജലജയും ജാനകിയൊക്കെ കൂടെയാണ് ആ സ്വന്തം തറവാടിനെ താറടിച്ച് കാണാനുള്ള പരിപാടി ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് പിറ്റേ ദിവസം ഫോണിലാണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് നയനയാണ് ഫോൺ എടുക്കുക. കിരൺ വിളിക്കുമ്പോൾ നയന ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ എന്താ കിരണേട്ടാ എന്ന് പറയുമ്പോൾ പറയും ഇത്രയും കാലം മൂടി വെച്ചതൊക്കെ പുറത്തേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്താ കാര്യം നോക്കും, നീ നോക്കുകയെന്ന് പറയും. അപ്പോൾ ആദർശം ഉറങ്ങാണ്. അപ്പോൾ ആദർശം അപ്പോഴേക്കും നീക്കുന്നുണ്ട്, എന്തേന്ന് വെച്ചിട്ട് നീക്കുന്നുണ്ട്. അപ്പോൾ പറയും ഈ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്, അനന്തപുരിക്കാരെ പറ്റിയുള്ള വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയാം അത് നീ ഓഫാക്ക്, നീ പറയുന്നത് മുഴുവൻ കള്ളല്ലേ, കാരണം അനഘയെ ചതിച്ചു, അനഘയിലൊരു കുട്ടിയുണ്ട് എന്നൊക്കെയാണ് ഈ പറയുന്നത്, അതൊക്കെ കള്ളാണെന്നുള്ളത് നമുക്കറിയില്ല, നീ അത് ഓഫാക്കി വയ്ക്കുക എന്ന് പറയും. അപ്പോൾ ആരാണ് ഈ പണി ചെയ്തത്, അതിനുള്ള ധൈര്യം എന്തായാലും അബിക്കില്ല. പക്ഷേ അബിയും അനാമികയും കൂടി ചേർന്ന് ചെയ്ത പണിയാവും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും നമുക്ക് കാണാം എന്താണ് പത്രമാറ്റിൻ്റെ കഥ അങ്ങനെയൊക്കെയാണ് പോണത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, ആരും മിസ് ചെയ്യാണ്ട കാണുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കഥ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.